യമനെതിരെയുള്ള അമേരിക്കയുടെ കരാർ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ചെങ്കടലുമായി ബന്ധപ്പെട്ട് യമനുമായിട്ട് ഒരു വലിയ കരാർ വ്യവസ്ഥ തന്നെയാണ് അമേരിക്ക ഉണ്ടാക്കിയത്. ഈ കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത തരത്തിലാണ് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സീപോർട്ടും എയർപോർട്ടും സുരക്ഷിതമല്ലാത്ത തരത്തിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ യമൻ്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി മേഖലയിൽ വിമാന കമ്പനികൾ വിമാനമിറക്കാൻ പോലും ഭയപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബെംഗൂരിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നടത്തിയ ആക്രമണത്തോടനുബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങൾ, ഗ്രീക്ക്, ഇറ്റലി, പോളണ്ട്, ഡച്ച്, ബാൾട്ടിക് എയർലൈൻസ്, അയർലൻഡ്, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ ഇവിടേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർ ഇസ്രായേൽ ഉണ്ടെങ്കിൽ ഉടനെ തിരിച്ചു വരണമെന്നും അതോടൊപ്പം തന്നെ ഈ തങ്ങളുടെ രാജ്യത്തു നിന്ന് ഇസ്രായേലിലേക്ക് തൽക്കാലത്തേക്ക് സന്ദർശന ആവശ്യത്തിനോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം നൽകി. അപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമല്ലെന്ന് ലോകത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ അമേരിക്കയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്കയുടെ വിമാന കമ്പനി സർവീസുകൾ നിർത്തിവെച്ചത് അവരും പ്രഖ്യാപിച്ചു.